ഇറാനിൽ അതിശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US സെൻട്രൽ കമാൻഡ്. ഇന്ന് പുലർച്ചെ 2:30 ആക്രമണം ആരംഭിച്ചത്. ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറാനുള്ള മുന്നറിയിപ്പാണ് ആക്രമണങ്ങളിലൂടെ ഇറാന് നൽകുന്നത് എന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. ഐസൻ ജോസിലേക്കാണ്. ഐസൻ, കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക സൈനിക നടപടി ആരംഭിച്ചിരുന്നു. ഇന്ന് ആക്രമണം ശക്തമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ഇറാന്റെ പ്രകോപനം തുടരുകയായിരുന്നു. ഇന്നലെ UAE-ലടക്കം ഒരു ആക്രമണ ശ്രമം നടത്തിയിരുന്നു ഇറാൻ. എന്താണ് നിലവിലത്തെ സാഹചര്യം പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോൾ? തീർച്ചയായും പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും അതിശക്തമായ ആക്രമണം ഇറാനിൽ US നടത്തുകയും ചെയ്തു. US ഇറാനിലെ ആക്രമണം നടത്തിയതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നിർണായകമായ വിശദീകരണം കൂടി പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് 2 ഡസനോളം ഇടങ്ങളിൽ വലിയ തോതിൽ ആക്രമണം നടത്തിയെന്നാണ്. നേരത്തെയൊക്കെ ഇന്നലെയൊക്കെ നടന്ന ആക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 140 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ ആക്രമണം നടന്നത്. താരതമ്യേന കുറവാണെങ്കിലും ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്ന നീക്കം തന്നെയാണ്. നിലവിൽ പ്രകോപനപരമായ നീക്കങ്ങളൊന്നും ഇല്ലെങ്കിലും കടുത്ത നീക്കങ്ങൾ നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോകുമ്പോൾ ആക്രമിക്കുന്നൊരു നീക്കമുണ്ടായിരുന്നു. GFX ഗാലക്സി എന്ന് പറയുന്ന ഒരു കപ്പലിനെ ഇന്നലെ ആക്രമിക്കുകയും അതിൽ 10 ഭാരതീയരുണ്ടായിരുന്നു. അതിലൊരു ഭാരതീയനെ ഒരാളെ 11 ഭാരതീയരുണ്ടായിരുന്നു. ഒരാളെ കാണാതാകുകയും 10 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ എതിർപ്പ് ഇത്തരം നീക്കങ്ങളോട് അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പരിസരത്തെ രാജ്യങ്ങൾ, അതായത് കുവൈറ്റ് ആകട്ടെ, UAE ആകട്ടെ, ജോർദാനിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്ന ഒരു നീക്കമായിരുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ നയതന്ത്രപരമായ സമചിത്തത പാലിക്കണമെന്നൊരു നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തെയും ലക്ഷ്യം വയ്ക്കുന്നൊരു നീക്കമുണ്ടായത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കുക എന്നൊരു നിലപാടാണ് പ്രധാനമായും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയം കൂടി സെൻട്രൽ കമാൻഡ് പറയുന്നത് ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ നിലപാടുകൾ തങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത മേഖല, അതായത് ഒമാൻ്റെ തീരക്കടലിലൊക്കെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഒമാൻ്റെ തീരക്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന നീക്കം നിരുത്തരവാദപരമായ നീക്കമാണ്. അത്തരം നീക്കങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതിനുള്ള ശേഷി ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതെന്നാണ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്, ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. കർശന നടപടികൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന അന്തരീക്ഷം കൈവരുന്നില്ല. അവിടെ ഇറാനെതിരെ ശക്തമായ ആക്രമണം തന്നെയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇറാൻ അടങ്ങുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. പക്ഷേ അമേരിക്ക രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് താങ്ങാനുള്ള ഒരു ശേഷി ഇറാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.